Opening hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമുക്ക് ആദ്യം മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസിലേക്ക് പോകാം. ഇന്നത്തെ ഒരു ദിനത്തിൽ ആദ്യത്തെ നിമിഷങ്ങളിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 75 പോയിന്റുകളുടെ ഇടിവിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഇന്നത്തെ ദിവസത്തിലെ ആദ്യ പ്രതികരണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 26,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇനി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാലും നിഫ്റ്റിക്ക് സമാനമായി തന്നെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ സെക്ടേഴ്സിൽ ഉടനീളം നമുക്കൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. ആദ്യം തന്നെ IT 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഒരു ഫ്ലാറ്റ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നത് റിയൽറ്റി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റുകളിലും നമുക്ക് ഇടിവ് തന്നെയുണ്ട്. സർ, കുറേ നാളുകളായിട്ട് നമ്മൾ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. വെനസ്വേല, അമേരിക്ക ഇഷ്യൂസ് പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി GDP എസ്റ്റിമേറ്റ് കണക്കുകളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സാണ് വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 2025-26 7.4% ആയിട്ട് GDP ഗ്രോത്ത് എസ്റ്റിമേറ്റ് വന്നിട്ടുണ്ട്. മുൻ സാമ്പത്തിക വർഷത്തിൽ ഇത് 6.5 ആയിരുന്നു. സോ വളരെ പ്രതീക്ഷ നൽകുന്ന നമ്പേഴ്സ് വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഒന്ന് ടേൺ അറൗണ്ട് ചെയ്യാനായിട്ട് ഇത്തരം ഡാറ്റകൾ എത്രമാത്രം സഹായിക്കും? എന്തൊക്കെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്? ജാസ്മിൻ, മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു സ്നേക്ക് ആൻഡ് ലാഡർ മാർക്കറ്റാണ്. ഏതായാലും മാർക്കറ്റ് കയറി വന്ന് 99 എത്തുമ്പോൾ പാമ്പ് വിഴുങ്ങി വീണ്ടും 10 വരിക എന്ന് പറയുന്ന പോലെ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ മാർക്കറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴൊക്കെ ചെന്ന് ഒരു ഓൾ ടൈം ഹൈ അടിക്കുന്നു, വീണ്ടും അവിടുന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്യുന്നു എന്നുള്ള. എന്നാൽ അപ്പുറത്തെ US മാർക്കറ്റ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് സ്കെയിലിംഗ് ന്യൂ ഹൈ. ഓഫ് കോഴ്സ് ഇന്നലെ നോക്കുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അവിടെ ഒരു നെഗറ്റീവ് ബയസ് US മാർക്കറ്റിലില്ല. US മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ട്രെൻഡ് ഹയർ എന്നുള്ളതാണ്. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു ഓൾ ടൈം ഹൈയിലെത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നു. അവിടുന്ന് ഒരു ട്രിഗർ മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ കിട്ടുന്നില്ല എന്നുള്ളത്. സോ ഇപ്പോൾ ഇന്നലെ GDP ഫിഗറിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വന്നു. ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എക്കണോമി ഈസ്, അതായത് ദ 4th ലാർജസ്റ്റ് എക്കണോമി ഓഫ് ദി വേൾഡ്, ഗ്ലോബലി ഉള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ്, അതായത് എക്കണോമി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു ബൈ 7.4% അല്ലേ. ഇത് RBIയുടെ എസ്റ്റിമേറ്റും പ്രൊജക്ഷനും എത്രയായിരുന്നു? 7.3%. അപ്പോൾ സ്ലൈറ്റ്ലി RBI എക്സ്പെക്ട് ചെയ്തതിനേക്കാളും 7.4% നന്നായി വന്നിരിക്കുന്നു എന്നുള്ളത് ഫിഗേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാലോ. അതായത് ഗവൺമെന്റ് ഒരുപാട് ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി ഇന്റർവെൻഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തന്നെ 2025 ഉണ്ടായി. ഒരുപാട് റിഫോംസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള കാരണം തന്നെ ഈ പറയുന്ന പോലെ ട്രംപിന്റെ ടാരിഫോ അല്ലെങ്കിൽ അത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും ഇന്ത്യയുടെ GDP ഫിഗേഴ്സിനെ എക്സ്പെക്ട് ചെയ്യാൻ കാരണമാവില്ല എന്നുള്ള രീതിയിലാണ് ഈ 7.4% എന്ന് പറയുന്നത്. സോ IMFും വേൾഡ് ബാങ്കും ഒക്കെ പറയാൻ പോണത് എന്താ? ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ് എന്നുള്ള ടൈറ്റിലും ഇന്ത്യക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ GDP ഫിഗേഴ്സ് 7.4 ആയിരിക്കാം എന്നുള്ളൊരു എസ്റ്റിമേറ്റ് വന്നു. രണ്ടാമത് GVA, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റഡ് ടു ഗ്രോ ബൈ 7.3% ഇൻ FY26. ഈ GVA എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഈ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എക്കണോമി. അതായത് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് റോ മെറ്റീരിയൽസിന്റെയും ഇൻപുട്ടിന്റെയും കോസ്റ്റ് മൈനസ് ചെയ്യും. അതായത് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ, ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് റോ മെറ്റീരിയലിന്റെ ആവശ്യമുണ്ട്, ഇൻപുട്ടിന്റെ ആവശ്യമുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ അതിന് ആ കോസ്റ്റും കൂടെ കവർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ആ പ്രോഡക്റ്റിന് പ്രൈസ് ഇടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ടോട്ടൽ പ്രോഡക്റ്റ് പ്രൈസിൽ നിന്ന് റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ടിന്റെയും പ്രൈസ് മാറ്റുമ്പോൾ ആ എക്സ്ട്രാ വരുന്ന സാധനം, അതിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂ വാല്യൂ ആഡഡ്. അതിനാണ് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ആ GVA എന്ന് പറയുന്നത് 7.3% എന്ന് പറയുന്ന ഫിഗറാണ് കാണിക്കുന്നത് എന്നുള്ളത്. ബട്ട് ഇതിൽ വീണ്ടും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നോമിനൽ GDP, നമ്മൾ പറഞ്ഞല്ലോ നോമിനൽ GDP, കോർ GDP എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കോർ GDPയുടെ കൂടെ ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നോമിനൽ GDP എന്ന് പറഞ്ഞ ഫിഗർ വരുന്നത്. സോ ഇപ്പൊ 7.4% എക്കണോമി ഗ്രോ ചെയ്യും എന്ന് പറയുമ്പോഴും നോമിനൽ GDP ഇൻഫ്ലേഷനും കൂടെ കൂട്ടി നോമിനൽ GDP 8% മാത്രമേ ഗ്രോ ചെയ്യുന്നു എന്നുള്ള. അത് ശരിക്കും പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓഫ് കോഴ്സ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, കാര്യം അത്രയും വലിയ പ്രോബ്ലമാറ്റിക് അല്ല. ബട്ട് ഈവൻ ദെൻ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയും എന്തുകൊണ്ടാണ് നിഫ്റ്റിയിലെ പല കമ്പനീസും അണ്ടർ പെർഫോമർ ആയെന്ന് പറയുന്നത് ഈ നോമിനൽ GDP ഫിഗറിന്റെ 8% എന്നാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം. എന്താ? ഇൻഫ്ലേഷൻ ഇല്ല എന്നുള്ള അർത്ഥം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റ് ബഡ്ജറ്റിൽ FY26 റവന്യൂ അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെയും
എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ഏതാണ്ട് 10.1% ആയിരിക്കും നോമിനൽ GDP ഗ്രോത്ത്. അതായത് GDP ഗ്രോത്ത് പ്ലസ് ഇൻഫ്ലേഷനും കൂടെ ചേർന്ന് 10.1% ആയിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേറ്റിലാണ് ഗവൺമെന്റ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് 8% അത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ GDP ഫിഗർ, സോ ഇത് നോമിനൽ GDP എക്സ്പെക്ട് ചെയ്ത് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 7.4% എക്കണോമിക് എക്സ്പാൻഷൻ ഇൻ FY26 ഓൺ പേപ്പർ ഇറ്റ് ലുക്സ് ഗുഡ്. ഇത് ഒരു രീതിയിലും നമുക്ക് മോശം പറയാൻ ഒക്കില്ല. ജാസ്മിൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലത്തെ ഫിഗർ, അത് മാത്രമല്ല IMFും വേൾഡ് ബാങ്കും ഒക്കെ ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയാൻ പോകുന്നു, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി. ബട്ട് ഈ ഫിഗറിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അപ്പം നമ്മൾ GDP ഫിഗർ ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോഴേ നമ്മൾ പറയില്ലേ 7.4% നല്ലതാണ്, 7% മോശമാണ്, അല്ലെ 8% വളരെ നല്ലതാണ്. നമ്മൾ ഈ ഫിഗർ വലുതാണോ ചെറുതാണോ നോക്കിയിട്ടാണ് നല്ലതാണ് ചീത്തയാണെന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ആ ഫിഗറിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ളിടത്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫിഗർ. കാര്യം എന്ന് വെച്ചാൽ ഈ 7.4% എന്ന ഫിഗർ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സാണ് നന്നായിട്ട് ഈ 7.4% കോൺട്രിബ്യൂട്ട് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കി പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ കാപ്പെക്സ് ഡ്രിവൺ എക്കണോമി ആൻഡ് നോട്ട് എ കൺസംഷൻ ഡ്രിവൺ എക്കണോമി. അതായത് നമ്മൾ ഗവൺമെന്റ് എവിടെയൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇട്ടോ, അതിപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആ സ്ഥലങ്ങളിലേക്ക് നമുക്കറിയാലോ, പോർട്ടുകൾ, എയർപോർട്ടുകൾ, റെയിൽവേസ്, റോഡ്സ്, ഇതിനൊക്കെ എടുത്തിട്ട് പൈസ മുന്നോട്ട് ഇട്ടു. അത് കാരണം ബെനിഫിറ്റ് ചെയ്തത് എന്താ? EPC പ്ലെയേഴ്സ്, സിമെന്റ് കമ്പനീസ്, റെയിൽവേ കമ്പനീസ്, മെട്രോ കമ്പനീസ്, ഡിഫൻസ് കമ്പനീസ്, പോർട്ട്, റോഡ്, പവർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബെനിഫിറ്റ് ചെയ്തതെന്നുള്ള വളരെ ക്ലിയർ ആണെന്നുള്ള. പിന്നെ രണ്ടാമത് എന്താ? മാനുഫാക്ചറിങ് കമ്പനീസ്. ഈ മാനുഫാക്ചറിങ് കമ്പനീസും ഈ GDP ഫിഗേഴ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് നമുക്കറിയാലോ, ആപ്പിളിന്റെ ഷിപ്മെന്റ് US നന്നായിട്ട് കൂടി, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് വരുന്നു, ഡിഫൻസ് മാനുഫാക്ചറിങ് വന്നു, HAL ഓർഡർ കൂടുതലുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി. ഇപ്പം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് വരുന്നത് ഗവൺമെന്റ് PLI സ്കീം കൊടുത്താണ്. പിന്നെ ഡിഫൻസ് എങ്ങനെയാണ് വരുന്നത്? ഗവൺമെന്റ് ആണ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. റോഡും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറും പോർട്ടും വരുന്നത് എന്താ? ഗവൺമെന്റ് ആണ് അതിനകത്ത് പൈസ ചെലവാക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് കാപ്പെക്സ് എവിടെയൊക്കെ വരുന്നു അതൊക്കെ നന്നായിട്ട് പോകുന്നു എന്നല്ല. അതേപോലെ പ്രോജക്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ GDPയിൽ നന്നായിട്ട്, അതായത് ഫിനാൻഷ്യൽ സർവീസസും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പിന്നെ സർവീസസ് സെക്ടർ നോക്കുകയാണെങ്കിൽ സർവീസസ് സെക്ടറിൽ IT എന്ന് പറയുന്നതിന് വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഏവിയേഷൻ പോലെയുള്ള സാധനങ്ങളിൽ നിന്നും GDPക്ക് നന്നായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഗവൺമെന്റ് എവിടെയൊക്കെ കാപ്പെക്സ് സ്പെൻഡ് ചെയ്യണു. എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഏവിയേഷനും ടൂറിസവും ഒക്കെ നന്നാവുന്നു? കാരണം എന്താ? ഗവൺമെന്റ് ഒരുപാട് എയർപോർട്ട് കൊണ്ടുവരുന്നു. ഉഡാൻ പദ്ധതിയിൽ Tier 2, Tier 3 സിറ്റീസിലൊക്കെ പുതിയ ഇത് കൊണ്ടുവരികയും അത് മാത്രമല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെട്രോയിലുള്ള എയർപോർട്ട്സ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഈ വക സെക്ടേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ് GDP 7.4% കൂടുന്നതല്ല. അപ്പൊ GDPയെ നമ്മൾ വെട്ടിമുറിച്ച് രണ്ടായിട്ട് മാറ്റുകയാണെങ്കിൽ പെർഫോം ചെയ്യുന്ന കുറെ സെക്ടേഴ്സും പെർഫോം ചെയ്യാത്ത കുറെ സെക്ടർ. പെർഫോം ചെയ്യുന്ന സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പെർഫോം ചെയ്യാത്ത സെക്ടേഴ്സ് ഏതാ? കൺസംഷൻ, അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ 40 to 50% ഓഫ് ആൾക്കാർ എംപ്ലോയ് ചെയ്യുന്ന ഒരു സെക്ടർ ആണെന്നേ ഉള്ളൂ. അപ്പൊ കൺസംഷൻ നടക്കുന്നില്ല, എക്സ്പോർട്സ് നടക്കുന്നില്ല, അഗ്രികൾച്ചർ നടക്കുന്നില്ല, റൂറൽ എക്കണോമി നടക്കുന്നില്ല, യൂട്ടിലിറ്റീസ് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ഇതിന്റെ ഒന്നും കോൺട്രിബ്യൂഷൻ മീനിങ് ഫുൾ ആയിട്ട് GDPയിലില്ല. ഇത് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് എന്നല്ല. അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ GDP ആണ്. ഈ GDPയുടെ എസ്റ്റിമേറ്റ് FY26 അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ആയിരിക്കില്ലേ പെരുമാറുന്നത്? പിന്നെ വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അടുത്ത കൊല്ലം FY27 ഡിസ്കൗണ്ട് ഇപ്പോഴേ ചെയ്യാം എന്നുള്ള. ബട്ട് ഇന്നിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 നിഫ്റ്റി കമ്പനീസ് ആണ് നമ്മുടെ കൂടുതലും ഈ ടോട്ടൽ പ്രോഫിറ്റ്സിന്റെ 40 to 50% തരുന്നത് എന്നുള്ള. അപ്പം നമ്മൾ എവിടെയൊക്കെയാണ് ഗ്രോത്ത് കാണുന്നത്? എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സെറ്റപ്സ് ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈവറ്റ് ബാങ്ക്സിന് നല്ലതാണ്, NBFCക്ക് നല്ലതാണ്, ക്യാപിറ്റൽ ഗുഡ്സിനൊക്കെ നല്ലതാണ്, ഡിഫൻസീവ് സ്റ്റോക്സിന് നല്ലതാണ്, റെയിൽവേസിൽ നല്ലതാണ്, ഓട്ടോസിൽ നല്ലതാണ്, ടെലികോമിൽ നല്ലതാണ് എന്ന് അവിടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും ഫണ്ടമെന്റൽ ഐഡിയാസും ടെക്നിക്കൽ സെറ്റപ്സും ഒക്കെ ഈ സെക്ടറുകളിൽ മാത്രം വരാനുള്ള കാര്യം എന്താ? ആ സെക്ടേഴ്സും മാത്രമേ ഈ നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നിഫ്റ്റിയിലുള്ള പല കമ്പനീസും
ഒന്നില്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ നോ ഗ്രോത്ത് കാണിക്കുന്നതും അത് കാണിക്കാത്തതും. അപ്പം നമ്മൾ ഇതൊക്കെ അണ്ടർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞ് അവിടെ പോയി നമ്മൾ സ്റ്റോക്ക് പിടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൈസ് കറക്റ്റ് ചെയ്തില്ലെങ്കിലും ടൈം കറക്ഷൻ ഒരുപാട് നാളായിട്ട് ആ സ്റ്റോക്ക് കയറാത്തതിന്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് വരുന്നത് എന്താ, അവിടെ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, GDP-യിലേക്ക് കോൺട്രിബ്യൂഷനും വരുന്നില്ല എന്നുള്ള, സ്റ്റോക്ക് വീഴാതിരിക്കുന്നത് അതിൻ്റെതായ ഗുണം കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൺസ്യൂമർ ഡിസ്ക്രിഷണറി, FMCG ഇതൊന്നും അല്ലെങ്കിൽ കൺസംഷൻ ഒന്നും നന്നായിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, February 1, അതായത് ഗവൺമെന്റ് 2025 ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലേ. ഇപ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ GST 2-ഉം ഇൻകം ടാക്സ് 12 ലക്ഷം വരെയുള്ള ബെനിഫിറ്റും ഒക്കെ ഉള്ള ഒരു റിബേറ്റും ഒക്കെ കൂടെ കൊടുത്ത് കൺസംഷൻ ഡ്രൈവ് ചെയ്യാൻ നോക്കിയിട്ടും അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മുടെ FMCG സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ആഗ്രി ഡ്രിവൺ സ്റ്റോക്കുകളിലോ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റ് February 1 അവതരിപ്പിക്കുമ്പോൾ, അത് സൺഡേ ആണെന്ന് ആലോചിക്കണം, അന്ന് മാർക്കറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് 15 ഹോളിഡേ ആണെന്ന് പറയുന്നു. കാര്യം വെച്ചാൽ ബോംബെയിലും കണ്ട മുനിസിപ്പൽ BMC ഇലക്ഷൻസ് നടക്കുന്ന കാരണം 15 മാർക്കറ്റ് ഹോളിഡേ ആയിരിക്കും എന്ന് പറഞ്ഞു. ഹോളിഡേ ആണെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ കീഴിൽ വന്നാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിന് ഹോളിഡേ ഉണ്ടാവുന്നുള്ളൂ. സൺഡേ മിക്കവാറും മാർക്കറ്റ് ഉണ്ടാവും ബഡ്ജറ്റ് കാരണം February 1 എന്നുള്ള. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ, ബഡ്ജറ്റിൽ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ പോണത് എവിടെയായിരിക്കും, റൂറൽ എക്കണോമി, പവർ, അങ്ങനത്തെയുള്ള സ്ഥലങ്ങൾ, എക്സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഗവൺമെന്റ് ബഡ്ജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ GDP ഫിഗേഴ്സ് മാർക്കറ്റൊക്കെ തരുന്നത് ഒരു പോയിന്ററാണ്, ബഡ്ജറ്റ് എവിടെയായിരിക്കും. അപ്പോൾ ബഡ്ജറ്റിൽ ഏതൊക്കെ സെക്ടറാണ് ഏതൊക്കെ സ്റ്റോക്കാണെന്നുള്ളൊരു ഉത്തരം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ പറ്റും. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ, പവർ യൂട്ടിലിറ്റി കമ്പനീസിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. റൂറൽ എക്കണോമി, ഫാർമിംഗ്, ഡയറി, ഫിഷറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഗവൺമെന്റ് ഊന്നൽ നൽകുക എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് എന്നുള്ള. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഗവൺമെന്റ് ഈ എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടി അല്ലെങ്കിൽ അലയൻസ് ഈസ് ഗോയിങ് ടു ഫേസ് 3 മേജർ ഇലക്ഷൻസ്, 1 ഇൻ കേരള, 1 ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് അനദർ 1 കുഡ് ബി, എനിക്ക് തോന്നുന്നു തമിഴ്നാട് അല്ലേ. ഈ 3 സ്ഥലത്തും വരുന്നത്. അപ്പോൾ തമിഴ്നാട്, ബംഗാൾ, കേരളയും കൂടെ വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. സോ അത് പ്ലസ് ഈ ഫാമിംഗ്, റൂറൽ കൺസംഷൻ സെക്ടർ അല്ലെങ്കിൽ കൺസംഷൻ സെക്ടറിലുള്ള ഗ്രോത്തിൻ്റെ കുറവും ഒക്കെ ആയിരിക്കാം ബഡ്ജറ്റിൽ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാൻ പോണ പോയിന്റ്സ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓബ്വിയസ്ലി 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, അത് വളരെ ജെനുവിനുമാണ്. അതായത് സാധാരണ ഇപ്പം അത് എനിക്ക് ആരും ചോദിച്ചില്ലെങ്കിൽ തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഈ സിൽവർ ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട്, ഓരോ റെക്കോർഡ് ഹൈ വെച്ച് കയറിപ്പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം എന്താ, സിൽവറിന് വില കൊടുത്തി, ഏത് കമ്മോഡിറ്റിയും ഒരു ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയലാണ് അല്ലേ. അപ്പോൾ ആ കമ്മോഡിറ്റി ഭയങ്കരമായിട്ട് കയറിക്കഴിഞ്ഞാൽ ഇത് ഇൻപുട്ടായിട്ട് എടുക്കുന്ന ഇൻഡസ്ട്രിയിലെ ഗുഡ്സിന് വില കൂടൂലേ, ആ വില ഭയങ്കരമായിട്ട് കൂടുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പറയണത് എന്താ, ഈ കോപ്പർ, അയൺ, സ്റ്റീൽ എന്നിങ്ങനെയുള്ള പോലെയുള്ള കമ്മോഡിറ്റീസ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഇൻപുട്ടും റോ മെറ്റീരിയലായിട്ടും എടുക്കുന്ന ഇൻഡസ്ട്രീസിന് ഇത് കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന സാധനങ്ങളുടെ വില കൂടൂലേ, അല്ലെങ്കിൽ ആ കമ്പനികളുടെ മാർജിൻ ഇടിയില്ലേ, ഇങ്ങനത്തെയൊക്കെ സവിശേഷത ഉണ്ടാവൂലേ. ഇത് കാരണം കൊണ്ടാണല്ലോ കമ്മോഡിറ്റി മെറ്റൽസും കറക്റ്റ് ചെയ്യുന്നത്. ഒരു പരിധി കൂടുതൽ പോകുമ്പോൾ കറക്റ്റ് ചെയ്യണം എന്താ, അതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. ബട്ട് സിൽവർ എന്ന് പറയുന്ന വ്യക്തി വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിയാണ്. കാര്യം വെച്ചാൽ ഈ സിൽവറിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സിൽവർ ഗോൾഡ് പോലെയല്ല. ഗോൾഡ് ഇസ് എ സ്റ്റോർ ഓഫ് വാല്യൂ, ജുവലറി, പ്രഷ്യസ് മെറ്റൽ ആയിട്ട് നമ്മൾ പറയണമെങ്കിലും സിൽവറിന് പ്രഷ്യസ് മെറ്റൽ, അതായത് സ്റ്റോർ ഓഫ് വാല്യൂ, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് കൂടാതെ ഒരു സ്റ്റേറ്റസും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ്, അതിനൊരു ഇൻഡസ്ട്രിയൽ മെറ്റലായിട്ടും കൂടെ പറയുന്നുണ്ട് എന്നല്ല. അപ്പോൾ സിൽവർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യണമെന്ന് അറിയാം. അതായത് 55 to 60% ഓഫ് സിൽവർ ഇൻഡസ്ട്രിയൽസിലേക്കാണ് പോകുന്നത്. അത് കൂടുതൽ നമുക്കറിയാമെന്നുള്ള ഏതാ, ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ പാനൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രസിഷൻ ഇൻസ്ട്രുമെന്റ്സിലുണ്ട്, ഡിഫൻസ് എക്യുപ്മെന്റിലുണ്ട്, എയറോസ്പേസിലൊക്കെ ഈ പറയുന്ന പോലെ സിൽവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു കൺഫ്യൂഷൻ എന്താ, സിൽവറിൻ്റെ വില, അതായത് ഈ പറയുന്ന പ്രോഡക്ട്സിലൊക്കെ സിൽവറിൻ്റെ കണ്ടന്റ് ഉള്ളത് കാരണം സിൽവറിൻ്റെ വില കൂടുകയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വില കൂടൂലേ. ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് ഏതാ, കൂടുതലും ന്യൂ ഏജ് സാധനങ്ങളാണ്. സ്മാർട്ട് ഫോൺസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ഡിവൈസസ്, പ്രസിഷൻ മെറ്റീരിയൽസ്, ഡിഫൻസ്, എയറോസ്പേസ് പോലെയുള്ള സാധനങ്ങളുടെ വില കൂടില്ലേ. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എക്കണോമി എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ആണല്ലോ. എക്സസസ് വന്നാൽ അതിനെ കറക്റ്റ് ചെയ്ത് മീനിലേക്ക് റിവേർഷൻ കൊണ്ടുവരണം.
അപ്പോൾ ഈ സിൽവറിന്റെ കണ്ടന്റ് ഇതിനകത്തുള്ളത് കാരണം സാധനങ്ങൾക്ക് വില കൂടുകയാണെങ്കിൽ ഒരു പരിധി കൂടുതൽ കഴിയുമ്പോൾ സിൽവർ കറക്റ്റ് ചെയ്താലല്ലേ എക്കണോമി മുന്നോട്ട് പോവുള്ളൂ, സാധനങ്ങൾ വിറ്റു പോവുള്ളൂ. അതല്ലേ സാധാരണ മെറ്റൽസിലും കമോഡിറ്റീസിലും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗോൾഡിലാണെങ്കിൽ പോലും സംഭവിക്കുന്നത്. അത് തന്നെ സിൽവറിൽ നടക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവറിന് അത് നടക്കാൻ ചാൻസ് ഇല്ല. കാര്യം സിൽവർ ഒരു പ്രത്യേക വ്യക്തിയാണെന്നല്ല, സിൽവർ ഒരു പ്രത്യേക വ്യക്തിയാണെന്ന് പറയാൻ കാര്യം വെച്ചാൽ പറയുന്നത് ശരിയാണ്, പാർട്ട്ലി ട്രൂ. ഈ വക പ്രോഡക്ട്സിലൊക്കെ നമ്മൾ ഈ മെൻഷൻ ചെയ്ത ഗുഡ്സിലൊക്കെ സിൽവറിന്റെ കമ്പോണന്റ് ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ശരിയാണ്. ബട്ട് സിൽവർ കണ്ടിന്യൂസ് ടു ബി എ മില്ലിഗ്രാം ഗ്രാമേജ് സ്റ്റോറി. അതായത് അദ്ദേഹത്തിന്റെ കണക്കുകൾ കംപ്ലീറ്റ് ഗ്രാമിലും മില്ലിഗ്രാമിലും. നമ്മൾ ഔൺസിലൊക്കെയാണ് ഇതിന്റെ വില പറയണമെങ്കിലും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നോക്കാം, നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൽ എത്രത്തോളം സിൽവർ ആയിരിക്കും യൂസ് ചെയ്യണത്? 0.2 to 0.3 grams ഓഫ് സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സിൽവർ ഇവിടുന്ന് 70 140 ആയാൽ പോലും ആ സ്മാർട്ട് ഫോണിന് മാക്സിമം പോയ 15-20 രൂപ വില കൊടുക്കും. അത്രയ്ക്ക് മാത്രം നെഗ്ലിജിബിൾ ആണ് അത് അതിനകത്ത് യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പൊ സോളാർ പാനലിലാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 15 to 20 grams ആണ് യൂസ് ചെയ്യുന്നത്. 15 to 20 grams അത് ഇവിടുന്ന് സിൽവറിന്റെ വില കൂടിയാൽ പോലും ഏതാണ്ട് 1200 രൂപ 1400 രൂപ മാത്രമേ ഒരു പാനലിൽ കൂടുള്ളൂ. പാനലിന്റെ വലിയ വില വെച്ച് നോക്കുമ്പോൾ ഞാൻ അത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ 20 to 25 gram അല്ലെങ്കിൽ 30 gram ഓഫ് സിൽവർ ആണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് സിൽവർ ഇവിടുന്ന് ഭയങ്കരമായിട്ട് കയറിയാൽ പോലും ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഏതാണ്ട് മാക്സിമം പോയ 2500, 5000, 6000, 7000, 10000 രൂപ മാത്രമേ ഇലക്ട്രിക് വെഹിക്കിൾസിൽ കൂടുള്ളൂ. അതൊരു വലിയ ഫാക്ടറാണോ? ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ വില 17 lakhs എന്നൊക്കെ പറയുമ്പോൾ ഈ 25,000 രൂപ എന്ന് പറയുന്നത് വലിയ ഫാക്ടർ ഒന്നുമില്ല. അതേപോലെ ലാപ്ടോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 gram ഒക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സിൽവർ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രോഡക്ട്സിന് വില കൂടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. അപ്പോൾ സിൽവർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യൂരിയസ് കേസ് ആയിട്ടുള്ള ഒരു മെറ്റലായിട്ട് മാറുന്നു എന്നുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു സിൽവറിനെ കുറിച്ച് ഞാൻ സിൽവറും ഗോൾഡും കറക്റ്റായിട്ട് കയറുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വശം കൂടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കമ്മിങ് ബാക്ക് ടു US, ട്രംപ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളില്ലല്ലോ. അത് സെനറ്റർ ലിൻസെ ഗ്രഹാം പറയണമെന്ന് വെച്ചാൽ ട്രംപ് അപ്രൂവ്ഡ് സാങ്ഷനിങ് റഷ്യൻ ആക്ട് ഓഫ് 2015. അതായത് റഷ്യയ്ക്ക് മേൽ 2025 സാങ്ഷനിങ് റഷ്യൻ ആക്ട് ഓഫ് 2025 റഷ്യയ്ക്ക് മേൽ പുതിയ സാങ്ഷൻ കൊണ്ടുവരാൻ പോകണം. അതാണ് അതിനകത്ത് നിന്നുള്ള അർത്ഥം. അതായത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഫർമേഷൻ അനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ച് എന്താ ശരിക്കും റഷ്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ഇരുന്നതാണ് ട്രംപ്. ഈ റഷ്യ ഈ യുക്രൈൻ അഗെയിൻസ്റ്റ് വാർ വേജ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു പീസ് ടോക്കിന്റെ കാര്യങ്ങളൊക്കെ വന്നു. ചിലപ്പോൾ ഒരു ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ വരാൻ ചാൻസ് ഉണ്ട്, ഒരു പീസ് ടോക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൂ. ഇതാ ഇപ്പം ട്രംപ് ഓക്കെ ആക്കിയിരിക്കുന്നു. അതായത് റഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സാങ്ഷൻസ്, അതിനെ പറയുന്നത് സാങ്ഷനിങ് റഷ്യ ആക്ട് ഓഫ് 2025 ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ബില്ല് പാസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നാഷണൽ സെക്യൂരിറ്റിയുടെ കീഴിലല്ല ഈ ബില്ലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ലിനെ എന്തായാലും ഈ പറയുന്ന ഡിസ്കഷൻ സെനറ്റിൽ വയ്ക്കും, ബൈ പാർട്ടിസാനായിട്ട് പാസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനകത്ത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒന്നിച്ച് നിൽക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താ ഇത് പാസ്സായി കഴിഞ്ഞാൽ റഷ്യയുടെ പ്രോഡക്ട്സിന് മേൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ ഭയങ്കരമായിട്ടുള്ള സാങ്ഷൻസും ടാക്സും എല്ലാം വരാനുള്ള ടാരിഫ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു കാവിയറ്റും കൂടെ ഉണ്ട്. അതായത് റഷ്യയായിട്ട് ട്രേഡ് ചെയ്യുന്ന പാർട്ട്നേഴ്സിനും അവരുടെ ഗുഡ്സിനും സർവീസസിനും ഈ പറയുന്ന പോലെ ടാരിഫും സാങ്ഷൻസും വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഇൻഡയറക്ട്ലി പറയുന്ന ബ്രിക് കൺട്രീസ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഇന്ത്യ, ചൈന, ബ്രസീലിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത്. അതായത് ടാരിഫ് ക്യാൻ ഗോ അപ് ടു 500% ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ഫ്രം റഷ്യ, റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ അതർ കൺട്രീസ് ഹു ഹാവ് എ ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ എന്നുകൂടി പറയുന്നു. അത് ഏതാണ്ട് ലിൻസെ ഗ്രഹാം പറയുന്നത് അത് ഏതായാലും ഓക്കെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കാര്യം വെച്ചാൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം വെച്ചാൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് ഒരു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് US കോസ്റ്റ് ഗാർഡും US നേവി സീൽസും കൂടെ ചേർന്ന് ഏതാണ്ട് ഐസ്ലൻഡിന്റെ കോസ്റ്റിൽ നിന്ന് ഏതാണ്ട് 200 kilometers അടുത്തായിട്ട് ഒരു റഷ്യൻ റഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, റഷ്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഒരു ഓയിൽ ടാങ്കറിനെ സെയ്സ് ചെയ്തിരിക്കുന്നു, ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു എന്നുള്ള. അതിന് പറയുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് മറിനേറ എന്നുണ്ടാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ബെല്ല വണ്ണം എന്നെങ്ങാണ്ടായിരുന്നു പഴയ പേരെന്നുള്ള. അതായത് അടുത്ത കാലത്ത് ട്രംപ് അല്ലെങ്കിൽ US ഒരു ബ്ലോക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ, വെനിസ്വേലയിലേക്ക് പോകുന്ന വെസൽസും വെനിസ്വേലയിൽ നിന്ന് തിരിച്ചു വരുന്ന വെസൽസിനെയും ബ്ലോക്ക് ചെയ്യാനായിട്ട്. അത് പ്രകാരം ഈ വെസല് വെനിസ്വേലയിൽ നിന്ന് പുറത്തു വരാൻ നേരത്ത് ഇവരതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കി. ബട്ട് ബാഡ് വെതർ ക്ലൈമറ്റ് കണ്ടീഷൻസ് കാരണം അത് ഫെയിലായി. അത് കഴിഞ്ഞിട്ട് ഇത് അവിടുന്ന് കോസ്റ്റിൽ നിന്ന് അങ്ങ് ട്രാവൽ ചെയ്തു ഈ ഷിപ്പ്.
അപ്പോൾ US പറയുന്ന വെച്ചാൽ ആ സമയത്ത് ഈ ഷിപ്പിൽ ഫ്ലാഗുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇത് പുറംകടലിലേക്ക് പോയി എവിടെയോ വച്ചിട്ട് ഇത് റഷ്യൻ ഫ്ലാഗ്, അതായത് ആ ഒരു വെനിസ്വേലൻ ടെറിട്ടറി കഴിഞ്ഞപ്പോൾ ഇത് റഷ്യൻ ഫ്ലാഗ് അതിൽ റേസ് ചെയ്തു എന്നാണ്. അതിനെ പെയിന്റ് ചെയ്തു അതിൻ്റെ ഹള്ളിൽ വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റഷ്യയുടെ രജിസ്റ്റർ ഓഫ് ഷിപ്സിൽ ഈ പേര് എൻറ്ററിങ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനെ ഐസ്ലൻഡിൻ്റെ കോസ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് US നേവി സീൽസും ഈ പറയുന്ന പോലെ US കോസ്റ്റ് ഗാർഡും കൂടെ ചേർന്ന് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. അതിന് സഹായിച്ചത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ സർവേലൻസിന്റെ കാര്യത്തിലും ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ സഹായിച്ചത് UK ആണെന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ സെയ്സ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. റഷ്യ അത് വളരെ ഇഷ്യൂ ആക്കി. കാര്യം നിങ്ങൾ വെനിസ്വേലയിൽ നിന്നൊന്നും അല്ലല്ലോ പിടിച്ചത്, സാധാരണ ഇന്റർനാഷണൽ സീ വാട്ടറിൽ നിന്ന് ഞങ്ങളുടെ ഷിപ്പ് പിടിച്ചു എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇവർ പറയുന്നത് US പറയുന്നത് വെച്ചാൽ അത് ഗോസ്റ്റ് ഷിപ്പാണ് എന്നുള്ള. ആ ഗോസ്റ്റ് ഷിപ്പ് അല്ലെങ്കിൽ ഷാഡോ ഫ്ലീറ്റ്, ഇതിനെ സാധാരണ നമ്മൾ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഈ ഗോസ്റ്റ് ഷിപ്പാണ്. അതായത് ഈ സാങ്ഷൻ ആയിട്ടുള്ള ഓയിൽ സാങ്ഷൻഡ് കൺട്രിയിൽ നിന്നുള്ള ചില പ്രത്യേകതരം കമോഡിറ്റി മെറ്റലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പ് അല്ലെങ്കിൽ ഗോസ്റ്റ് വെസൽസ്, ഡാർക്ക് വെസൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്നറിയോ? ഈ കാലഹരണപ്പെട്ട് അടുപ്പിച്ച് കിടക്കുന്ന എൻഡ് ഓഫ് ദ ലൈഫ് സൈക്കിളിന് അടുപ്പിച്ച് കിടക്കുന്ന ഷിപ്സ് എടുത്തിട്ട് കള്ള രജിസ്ട്രേഷൻ, നമ്മൾ ഈ വണ്ടികൾക്ക് കള്ള നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതേപോലെ കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഇതേപോലെ ബാൻഡും സാങ്ഷൻഡ് ആയിട്ടുള്ള കമോഡിറ്റിയും ഓയിലും ലോകത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കിടക്കും. ഇനി ഇൻ കേസ് ഇത് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ തന്നെ കാലഹരണപ്പെട്ട ഒരു കപ്പലാണല്ലോ, അത് പോയാലും നമുക്ക് മോണിറ്ററി ആയിട്ട് നഷ്ടമില്ല എന്നുള്ള ഇതിനെയാണ് നമ്മൾ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയും. ഇത് കൂടുതലും സാധാരണ സാങ്ഷൻ ചെയ്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ഇറാൻ, പിന്നെ ഈ പറയുന്ന പോലെ വെനിസ്വേല, റഷ്യ, നോർത്ത് കൊറിയ, ഇവർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ അവിടെ ഒരു ഫ്ലാഷ് പോയിന്റ് വന്നിരിക്കുന്നു. റഷ്യ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്താ? നിങ്ങൾ വെനിസ്വേലൻ കോസ്റ്റിൽ വെച്ചല്ലല്ലോ പിടിച്ചത്, അവിടെ വെച്ച് ഈ ഫ്ലാഗും ഇല്ല, ഇപ്പം ഞങ്ങളുടെ ഷിപ്പാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ പേരും ഒക്കെ മാറിയിട്ടുണ്ട്. ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ബട്ട് ട്രംപ് ഇസ് പ്രസ്സിംഗ് ദ ആക്സിലേറ്റർ ആൻഡ് മൂവിങ് ഓൺ. ഐ ഡോ നോട്ട് നോ, ഇത് ഇത്തിരി കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കലി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രോബബ്ലി നമ്മൾ ആക്ച്വലി ഇന്ത്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ധാരാളം ഉപരോധം വരുന്നു. റഷ്യയുമായി ട്രേഡ് ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് രാജ്യങ്ങൾക്ക് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ റഷ്യൻ ക്രൂഡിന്റെ പേരിലാണോ നമ്മൾ ഇത്രയും വലിയ ഈ ആഘാതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഏതാണ്ട് കണക്ക് നോക്കുന്ന സമയത്ത് 2022 മുതൽ 144 ബില്യൺ യൂറോയുടെ റഷ്യൻ ക്രൂഡാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആഫ്റ്റർ ചൈന. സോ ഇത്ര വലിയ ഒരു ഡീല് പൊടുന്നനെ ഈ 500% താരിഫ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാവകാശം വേണം, അല്ലെങ്കിൽ അതിന് വേറെ ബദൽ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയായിരിക്കും ടേൺ അറൗണ്ട് ചെയ്യുക? ഇത് ബേസിക്കലി ഭയങ്കര പ്രഷറൈസ്ഡ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് ഹാർഷായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എന്താ, മെർക്കൻഡൈസ് ഗുഡ്സിന്റെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ US ഒരു ടാരിഫ് വെച്ചിട്ടുള്ളൂ, ഈ 50%. നമുക്കല്ലാതെ ഒരുപാട് മാൻ പവറും IT-യും സർവീസസും സോഫ്റ്റ്വെയറും ഫാർമയും കിടപ്പുണ്ടെന്ന്. നമുക്ക് ഒരുപാട് നമുക്ക് അതിനകത്ത് ചെന്ന് ഹാർഡ് പ്രസ് ചെയ്യാൻ ഒക്കില്ല. നമ്മുടെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ പൊളിറ്റീഷ്യൻസ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി, നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എക്കണോമി എങ്ങനെയാണ്? സർവീസ് ഓറിയന്റഡ് എക്കണോമിയാണ്. നമ്മൾ വലിയ രീതിയിലുള്ള ഗുഡ്സ് ഒന്നും നമ്മളിവിടെ ഉണ്ടാക്കുന്നുമില്ല. സക്സസീവ് ഗവൺമെന്റ്സ് ആണെങ്കിലും എവിടെയാണ് നമുക്കൊരു പേറ്റന്റഡ് IP പ്രോഡക്റ്റ് ഉള്ള ഒരു സാധനം ഉള്ളത്? നമുക്കൊന്നുമില്ല. ഇപ്പൊ ഈ സാധനം ലോകത്തില്ല എന്ന് പറഞ്ഞ് ലോകത്തിന് ഒരു ചേഞ്ച് വരാൻ പോണില്ല. ഇന്ത്യയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളത്. സോ ഇന്ത്യ ഹാസ് മാസീവ്ലി, നമുക്കത് മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ എന്നെയും ജാസ്മിനെയും പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി ഏതെങ്കിലും ഒരു പാർട്ടിയാക്കി ഇരുത്തിയാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഇന്ത്യയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തു നിന്ന് ഇതൊക്കെ പറയാമെന്നല്ലാതെ നമുക്ക് ഒരു രീതിയിൽ നമ്മളെ സംബന്ധിച്ച് എത്രയോ എമിനൻ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സും ഫിനാൻസ് മിനിസ്റ്റേഴ്സും ഒക്കെ ഈ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, എത്രയോ കൊല്ലമായിട്ട് ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോറിൻ പോളിസി മറ്റേതാണ് നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞെങ്കിലും ലുക്ക് അറ്റ് വേർ വി ആർ സ്റ്റാൻഡിങ് നൗ. നമ്മളിത് ഇന്ത്യ വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ ഓർ 1 year or 10 year or 20 year or 30 year. 1947 മുതൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിൽ എന്താണ് നമുക്കൊരു പ്രോഡക്റ്റ് ഉള്ളത്? ഇവിടെ തന്നെയുള്ള കമ്പനീസിനെ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുത്തത്? എങ്ങനെയാണ് ഈ ടാറ്റാസ് വളർന്നത്, ബിർള വന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന പോലെ അംബാനീസ് വളർന്നത്? ഇവരൊക്കെ വളർന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എവിടെയൊന്നും റിയൽ കോമ്പറ്റീഷൻ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടെയാണ് ആദ്യത്തെ കാലങ്ങളിൽ മാരുതിക്ക് ഒരു കോമ്പറ്റീഷൻ വന്നത്? ഒന്നുമില്ല. എവിടെയാണ് ടാറ്റ സ്റ്റീലിന് കോമ്പറ്റീഷൻ വന്നത്? എവിടെയാണ് റിലയൻസിന് ഒരു കോമ്പറ്റീഷൻ വന്നത്? നമ്മളും ഈ പറയുന്ന പോലെ ടാരിഫും പല കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പൊക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ എഫിഷ്യൻസി ആർക്കും വന്നില്ല. ഒരു ടാറ്റയോ ബിർളയോ ഉണ്ടാക്കിയത് അവരുടെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇല്ല, അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇന്ത്യൻ ബാങ്ക്സ് പൈസ കൊടുത്തു, നമ്മുടെ പൈസയിലാണ് അവർ ഉണ്ടാക്കിയെന്നുള്ളത്.
എങ്ങനെയാണ് ബാങ്കിന് പൈസ വരുന്നത്? നമ്മളെല്ലാം ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു, അവരത് ഉപയോഗിച്ച് അവരൊരു ക്യാപിറ്റലിൽ വെച്ചിട്ട് അവരൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നു, മാനുഫാക്ചറിങ് സൈറ്റ് ഉണ്ടാക്കുക, അവർ ഗ്രോ ചെയ്യുന്നു. പക്ഷെ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്താരാ? ഗവൺമെന്റ് ആണ്. എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്തത്? വേറെ ഒരു കോമ്പറ്റീഷനായിട്ട് വന്നിട്ടില്ല. കോമ്പറ്റീഷനായിട്ട് നമ്മളെ ആർക്കാണ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ വന്നേക്കുന്നത്? ആർക്കാണ് കോമ്പറ്റീഷൻ? ടാറ്റയ്ക്ക് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടോ? ബിർളയ്ക്ക് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടോ? എന്തിന്? ടെലികോമിൽ പോലും തുടക്കത്തിലൊന്നും ആർക്കും കോമ്പറ്റീഷൻ പോലും വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു ബേബി ഹാൻഡ് കൊടുത്ത് നമ്മൾ അവരെ പെറ്റ് ചെയ്താണ് നമ്മൾ ഇതിനെ വളർത്തിയിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോബ്ലം ഇതാ, നമുക്കൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റോ ബ്രാൻഡോ ഇല്ല. സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ മാൻ പവർ ആണ് നമുക്ക് അതിനകത്ത് റോ മെറ്റീരിയൽ ആയിട്ട് വരെ. നമുക്ക് അതിനകത്ത് ഒരു ടെക്നോളജി ഇല്ല, നമുക്കൊരു IP ഇല്ല, നമുക്കൊരു ഡിസൈൻ ഇല്ല. അവിടെയൊന്നും നമ്മൾ പോയില്ല. നമ്മൾ കുറെ ലാംഗ്വേജ് പഠിച്ചു. Y2Kയുടെ കാലത്ത് നമ്മൾ കോബോൾട്ട് പഠിച്ചു, കിക്സ് പഠിച്ചു, DB2 പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഓറക്കിൾ പഠിച്ചു, സീക്വൽ പഠിച്ചു. പിന്നെ വിഷ്വൽ ബേസിക് പഠിച്ചു, ജാവ പഠിച്ചു, C++ പഠിച്ചു, C++ പഠിച്ചു, ഇപ്പൊ പൈത്തണും പഠിച്ചു എന്നല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഒരു ഡിസൈൻ. എന്നാൽ അവിടെ ഡിസൈനിന്റെ പേറ്റന്റ് ഒക്കെ ഉള്ള പല ഇന്ത്യൻസും അമേരിക്കൻ സിറ്റിസൺസും യൂറോപ്യൻ സിറ്റിസൺസും ആണെന്നുള്ള. അപ്പം നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയതിന് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാൽ നൗ വി ആർ ഇൻ എ ഫിക്സ്. ബട്ട് ഈവൻ ദെൻ ഇതൊരു ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ അത് എങ്ങനെയായാലും ഹാൻഡിൽ ചെയ്യും. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്ത് പോയേ പറ്റൂ, ഹാൻഡിൽ ചെയ്യും. കാര്യം ഇന്ത്യയെ ഇഗ്നോർ ചെയ്യാൻ അവർക്ക് പറ്റൂല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബിക്കോസ് അത് ഇന്ത്യയുടെ കഴിവുണ്ടതിനേക്കാളും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ ചൈനയൊക്കെയും ഇറാനും ഒക്കെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞത് ഐസൊലേറ്റഡ് ആയിട്ട് അമേരിക്കയ്ക്ക് ഒരു ത്രട്ടല്ല. ബട്ട് ഇഫ് ഇന്ത്യ ജോയിൻസ് റഷ്യ ആൻഡ് ചൈന, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് കപ്പ് ഓഫ് ടീ ഓൾ ടുഗദർ. അതാണ് ചൈനയ്ക്ക്, അല്ല അതാണ് US-നെ സംബന്ധിച്ചുള്ള ഒരു പേടി എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കൊള്ളാം. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഫിക്സിൽ തന്നെയാണ് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ ട്രേഡ് ഡീൽ നടക്കും തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബട്ട് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ട്. ഈ പ്രഷർ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് റഷ്യയെ പ്രഷറൈസ് ചെയ്തിട്ട് റഷ്യ വാർ നിർത്തണം എന്നാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയും പറയണം, ചൈനയും പറയണം, ബ്രസീലും പറയണം സ്റ്റോപ്പ് ദ വാർ എന്ന് റഷ്യ എടുത്ത് പറയണം എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡയറക്ട് പ്രഷറായിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ എന്നുള്ള. ഓട്ട് ജാസ്മിൻ. യെസ് സർ, അതായാലും നമുക്ക് ഒരു മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ IPO മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിക്കാൻ പോകുന്ന കുറച്ച് കമ്പനികളുടെ ഒരു ഡീറ്റെയിൽസിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. സുരജ് സർ, ഏതായാലും ഈ 2026 IPOകളുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തുടങ്ങുകയാണ്. മെയിൻ ബോർഡ് IPOയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കോൾ ഇന്ത്യയുടെ ഒരു സബ്സിഡിയറി തന്നെയാണ്, ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് ആണ്. സോ 1071 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് ബാൻഡാണ് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് തോന്നുന്നു. അതായത് സാധാരണക്കാർക്ക് വരെ മേടിക്കാൻ പോകുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു IPO എന്ന രീതിയിലേക്കാണ് പല റിപ്പോർട്ട്സും വരുന്നത്. 21 രൂപ മുതൽ 23 രൂപ എന്നുള്ള ഒരു നിലയിലേക്കാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഒരു 21 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു സർക്കാർ കമ്പനി വാങ്ങാം എന്നുള്ള നിലയിലേക്ക് പോകുന്നു. സോ നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് വന്ന പല IPOകളും പിന്നീട് നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും തന്നെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. സോ ഈ കോൾ ഇന്ത്യയുടെ ഈ സബ്സിഡിയറി IPOയുമായി എത്തുന്ന സമയത്ത് സർ എങ്ങനെയാണ്, ഏത് ആംഗിളിലാണ് അതിനെ നോക്കിക്കാണുന്നത്? ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നു 99 അത് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണത് 13 അലോട്ട്മെന്റ് 14 തീയതിയാണ്, ലിസ്റ്റിംഗ് 16 തീയതിയാണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1071 കോടി റേസ് ചെയ്യുക എന്നുള്ളതാണ് 21-നും 23-നും ഇടയ്ക്ക്. ഇപ്പോൾ ഈ BCCL അല്ലെങ്കിൽ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡയമണ്ട് കമ്പനി എന്നാണ് അതിനെ പറയുന്നത്. ഇത് 100% സബ്സിഡറി ഓഫ് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യയുടെ 100% സബ്സിഡറിയാണ് ഇപ്പോൾ. അപ്പോൾ കോൾ ഇന്ത്യ ഇതിനെ ഡൈവേസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോൾ ഇന്ത്യ എന്ന് പറയുന്നത് അറിയാലോ, അണ്ടർ മിനിസ്ട്രി ഓഫ് കോളാണ്, അതൊരു മഹാരത്ന PSU ആണ് എന്നുള്ളതാ. BCCL അതായത് കോൾ ഇന്ത്യയുടെ 100% സബ്സിഡറി ആയ BCCL ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞ മിനി രത്ന സ്റ്റേറ്റസ് കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു 1972 അത് ഫൗണ്ട് ചെയ്തതെന്നുള്ള. അപ്പോൾ ഈ BCCL എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കോക്കിംഗ് കോളിൻ്റെ ബാക്ക് ബോൺ ആണ് എന്നുള്ളത്. കോക്കിംഗ് കോൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും സിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള ഇൻപുട്ടാണ് ഈ പറയുന്ന പോലെ കോക്കിംഗ് കോൾ. അപ്പോൾ കോക്കിംഗ് കോൾ ഉപയോഗിച്ചാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണത്. എല്ലാ സാധനം, റോഡ്, ബ്രിഡ്ജസ്, പോർട്ട്, എയർപോർട്ട്, എന്ത് കൺസ്ട്രക്ഷൻ ഉണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, അതിനകത്തൊക്കെ സ്റ്റീൽ ഉണ്ട് എന്നുള്ള. സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി മെറ്റലും ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ ആ സ്റ്റീലിൻ്റെ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ കോക്ക് ഉപയോഗിക്കുന്നു. അതിനെയാണ് കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്. ആ കോക്കിംഗ് കോൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ പറയുന്ന പോലെ BCCL അഥവാ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതായത് കൺട്രിയുടെ പ്രൊഡക്ഷൻ്റെ, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ ഏതാണ്ട് 59%
ഈ BCCL ആണ് പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ IPO നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓഫർ ഫോർ സെയിലാണ്, ഫ്രഷ് ഇഷ്യൂ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്താ, ഈ കമ്പനിയുടെ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നില്ല, ഇക്വിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നു. അതായത് കൂടുതൽ ഷെയർസ് ക്രിയേറ്റ് ചെയ്തിട്ടല്ല ഈ പറയുന്ന പോലെ മാർക്കറ്റിലേക്ക് വരുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് അതിനകത്തുള്ള ഒരു ഷെയർ ഹോൾഡർ 10%, അതായത് കോൾ ഇന്ത്യ ഡൈവേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ IPO പ്രൊസീഡ്സിൽ കിട്ടുന്ന 1071 കോടി BCCLലേക്കല്ല വരുന്നത്, കോൾ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള. അപ്പോൾ കോൾ ഇന്ത്യയാണ് എനിക്ക് തോന്നുന്നു 1 ലക്ഷം കോടിയുടെ ഒരു ക്യാപെക്സ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചെയ്യുന്നത്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു കോൾ ഇന്ത്യക്കകത്ത് കോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ കോളിനെ 2 രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പവർ ഉണ്ടാക്കാനായിട്ട് കോളിനെ യൂസ് ചെയ്യുന്നു, അതാണ് കോൾ ഇന്ത്യയിൽ വരുന്നത്. കോൾ ഇന്ത്യയുടെ 100% സബ്സിഡറിയായ BCCIയുടെ കോക്കിംഗ് കോൾ എന്തിനു ഉപയോഗിക്കുന്നു, സ്റ്റീൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ കോൾ ഇന്ത്യ ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം 1 lakh crore ക്യാപെക്സിന് വേണ്ടിയിട്ടുള്ള പൈസ സമാഹരിക്കുക, അതിൻ്റെ ഒരു ഭാഗം. മൂന്നാമത് വാല്യുവേഷൻ്റെ കാര്യത്തിൽ ഇനി കോൾ ഇന്ത്യ എന്ന് പറയുന്നത് പവറിനുള്ള ഒരു റോ മെറ്റീരിയൽ ഇൻപുട്ട് കമ്പനിയായിട്ട് മാറട്ടെ, സ്റ്റീലിനുള്ള ഇൻപുട്ട് തരുന്ന കോക്കിംഗ് പോൾ എന്ന് പറയുന്ന കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസവും ലിസ്റ്റിങ്ങും വരട്ടെ എന്ന് വിശ്വസിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 46.57 crore ഷെയർസ് ആണ് ഡൈവേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കോൾ ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കറിയാലോ 10% എനിക്ക് തോന്നുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, കോൾ ഇന്ത്യ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോട്ട കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 5% കോട്ട എനിക്ക് തോന്നുന്നു എലിജിബിൾ ആയിട്ടുള്ള ഈ എംപ്ലോയീസിന് ഡിസ്കൗണ്ടുമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അതിനകത്ത് FY 24-25 BCCLൻ്റെ റവന്യൂസ് നോക്കുകയാണെങ്കിൽ 13,803 കോടി റവന്യൂവും നെറ്റ് പ്രോഫിറ്റ് 1,240 കോടിയുമാണെന്നുള്ളതാണ്. അപ്പർ പ്രൈസ് ബാൻഡ് ആയ 23 രൂപയിൽ ഇതിൻ്റെ PE 8.6 times ആയിരിക്കും. ബേസ്ഡ് ഓൺ FY 25 റവന്യൂ ട്രെയിലിംഗ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ 8.6 എന്ന് പറയുന്ന വാല്യുവേഷൻ ഈ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ദാൻ ദ ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 17 times. അപ്പോൾ അതൊരു നല്ല ഒരു ഓഫറാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ച് മുന്നോട്ട് വിടുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് എന്നുള്ളത്, നമുക്ക് അതിനകത്ത് അഭിപ്രായം ഇല്ല എന്നുള്ള. അപ്പോൾ ഈ കോക്കിംഗ് കോൾ അല്ലെങ്കിൽ മെറ്റലർജിക്കൽ കോൾ എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് കോളാണ്. ഇത് ലോ ഇമ്പ്യൂരിറ്റീസ് ആണ്, ഇതിനകത്ത് സൾഫറും ഫോസ്ഫറസും ഒക്കെ വളരെ കുറവാണ്, എന്നാൽ ഹൈ കാർബൺ കണ്ടന്റും കൂടെ ഉള്ളതാണ് ഈ കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ തെർമൽ കോളില്ലേ, നമ്മൾ കോൾ ഇന്ത്യയുടെയൊക്കെ തെർമൽ കോള് അത് എന്ത് ചെയ്യണേ, അതിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റീം ഉണ്ടാക്കും, ആ സ്റ്റീമാണ് നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യണത്. പക്ഷേ കോക്കിംഗ് കോൾ അങ്ങനെയല്ല. കോക്കിംഗ് കോൾ എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബേക്ക് ചെയ്യുമ്പോൾ അതിനൊരു മാസീവ് ഓവനിലാണ്, ഓക്സിജൻ ഇല്ലാതെയാണ് ഇതിനെ ബേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ, 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്, ഓക്സിജൻ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നല്ല. അതൊരു വലിയ ഓവനിൽ ചെയ്യുമ്പോൾ അത് ആഷ് ആയിട്ട് ആവുകയല്ല ചെയ്യുന്നത്, പകരം അത് സോഫ്റ്റൻ ചെയ്യും, അതൊന്ന് സ്വെല്ല് ചെയ്യും, അതൊന്ന് സോളിഫൈഡ് ചെയ്യും, പിന്നെ ഒരു ഹാർഡ് പോറസ് ഗ്രേ ബ്ലോക്ക് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഈ കോക്ക് എന്ന് പറയുന്നത്. ഈ സാധനമാണ് നമ്മൾ സാധാരണ ഈ ബ്ലാസ്റ്റ് ഫർണസ്, സ്റ്റീൽ ഉണ്ടാക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ കോക്കിനെ യൂസ് ചെയ്യുന്നത്. കോക്കിന് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കെമിസ്ട്രിയാണ്, ഞാൻ അതിനകത്തേക്ക് കളയുന്നില്ല എന്നുള്ളത്. ആ കെമിസ്ട്രി വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ, ബട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെയാണ് ഈ കോക്കിംഗ് കോൾ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ഫർണസിൽ സ്റ്റീൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അറിയാമല്ലോ നമുക്ക് BCCL ആണ് ഈ പ്രൈം കോക്കിംഗ് കോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റീൽ കമ്പനിയായിട്ടുള്ള സെയിൽ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീലൊക്കെ ഈ പറയുന്ന പോലെ ഈ JSW ഗ്രൂപ്പൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കോക്കിംഗ് കോൾ മേടിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ട് ഈ കമ്പനിക്ക് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ 85% ഓഫ് ഈ കോക്കിംഗ് കോളിൻ്റെ റിക്വയർമെൻറ്റും നമ്മൾ US നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു കൊല്ലത്തെ ഇമ്പോർട്ട് ബില്ലും ഫോറക്സും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 1.5 ലക്ഷം കോടി ഈ കോക്കിംഗ് കോൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പോൾ BCCL പോലത്തെ കമ്പനി ഇന്ത്യയിൽ വന്ന് അത് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇമ്പോർട്ട് ബില്ല് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ് സ്ട്രെയിനിങ് ഒന്ന് കുറയ്ക്കാം എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആസ് ലോങ് ആസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് നടക്കുന്നിടത്തോളം കാലം സ്റ്റീൽ ഇൻഡസ്ട്രി നന്നായിട്ട് ഗ്രോ ചെയ്യും. സ്റ്റീൽ ഇൻഡസ്ട്രി നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ സ്റ്റീൽ മേക്കിംഗ് കമ്പനീസ് നന്നായിട്ട് ഗ്രോ ചെയ്യും. സ്റ്റീൽ മേക്കിംഗ് കമ്പനീസ് അവരുടെ കോക്കിംഗ് കോൾ BCCLൻ്റെ കയ്യിൽ നിന്ന് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവർ 40.5 million tons ഓഫ് കോക്കിംഗ് കോളാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്.
അവർക്ക് ഹ്യൂജ് റിസർവ്സ് ഉണ്ട്. 8 ബില്യൺ ടൺസ് ഓഫ് റിസർവ്സ് ഉണ്ട്. അതായത് 100 കൊല്ലം വരെ പോവാമെന്നുള്ള മൈൻഡ് ലൈഫ് അതുകൊണ്ട് റിസർവ്സിനെ കൊണ്ട് അവർക്ക് പേടിക്കേണ്ട, ഇത് കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ചലഞ്ച് തന്നെ. അപ്പോൾ അവരിപ്പോൾ പറയണത് എന്താ, അവർ 40 മില്യൺ ടൺസിൽ നിന്നും 46 മില്യൺ ടൺ ആക്കുകയും 2030 ആകുമ്പോൾ അത് 54 മില്യൺ ടൺ ആക്കുകയും അവർ എക്സ്പാൻഡ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ള. അതുമാത്രമല്ല കോളിൻ്റെ വാഷിംഗ് കപ്പാസിറ്റിയും 13.65 മില്യൺ ടണ്ണിൽ നിന്ന് 27 to 28 മില്യൺ ടണ്ണായിട്ടും ഉയർത്താൻ പോകുന്നുണ്ട്. 3 വാഷറീസും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി 5 വാഷറീസ് അവർക്കുണ്ട്. ഈ കോൾ വാഷ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സ്റ്റീൽ കപ്പാസിറ്റി ഇന്ത്യയിൽ 2030 ഡബിൾ ചെയ്യും എന്ന് പറയുമ്പോൾ സ്റ്റീൽ കമ്പനിക്ക് കോക്കിംഗ് കോൾ ആവശ്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസും എക്കണോമിയിൽ കൂടും എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലെ റവന്യൂ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു -17% ആയിരുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെവി റെയിൻഫോൾ കാരണം അവരുടെ പ്രൊഡക്ഷൻ ഒന്ന് നിലച്ചു. അല്ലാണ്ട് ഗ്ലോബൽ ആയിട്ടുള്ള ഈ പ്രൈസസിനും ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ കമ്പനി അവരുടെ കപ്പാസിറ്റി 54 മില്യൺ ടൺസായിട്ട് 2030 മാറുകയാണെങ്കിൽ ഇപ്പോഴുള്ള റവന്യൂ 13,800 കോടിയാണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 20,000 കോടിയുടെ റവന്യൂ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ വാല്യുവേഷൻ മെട്രിക്ക്. നമ്മൾ സിമ്പിളായിട്ട് അതിൻ്റെ കപ്പാസിറ്റി എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്നുള്ള. ബട്ട് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം നമുക്കറിയാം, കോൾ ഇന്ത്യ ലാസ്റ്റ് 1.5 കൊല്ലമായിട്ട് 135% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ FIIs കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്തു. എന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർഷൻ കൂടി. 12 ലക്ഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 23 ലക്ഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടി എന്നുള്ളതാണ്. അതായത് FII എക്സിറ്റ് ചെയ്ത സ്റ്റോക്ക്, ഇപ്പോൾ റീറ്റെയിലേഴ്സ് കൂടുതലുള്ള സ്റ്റോക്ക്, ഇപ്പോൾ ഈ OFS വഴി ഓഫർ ഫോർ സെയിൽ വഴി BCCLലും എന്താ സംഭവിക്കുന്നത്, ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് അതിനകത്ത് കയറാൻ പോകുന്നതെന്നല്ല. ഇതിനകത്ത് എല്ലാം കൊള്ളാം. ഒരു കാര്യം മാത്രമേ എനിക്ക് അതിനകത്തൊരു കോഷനായിട്ട് പറയാനുള്ളൂ. ഇത് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഈ കമ്പനിയുടെ ഒരു കാര്യം വെച്ചാൽ വാല്യുവേഷൻ നല്ലതാണ്, നല്ലൊരു ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ട്. 5 കൊല്ലത്തേക്ക് ഇതിന് വലിയ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. ബട്ട് വേൾഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്നറിയോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിനകത്ത് ലോ ഇമിഷൻ ഗ്രീൻ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ സ്റ്റീൽ വി ക്യാൻ മേക്ക് സ്റ്റീൽ വിത്തൗട്ട് CO2 എമിഷൻ. അതായത് ഗ്രീൻ സ്റ്റീലിന് ഈ കാർബൺ 2 എമിഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ സ്റ്റീൽ ഉണ്ടാക്കാമെന്നുള്ള എഞ്ചിനീയറിംഗ് വിത്ത് റോസി ROSI എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീഡിയോ ആണ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം എന്താ, വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഗ്രീൻ സ്റ്റീൽ. അതായത് കോക്കിംഗ് കോളിൻ്റെ സഹായം ഇല്ലാതെ ഹൈഡ്രജൻ യൂസ് ചെയ്ത് മറ്റുള്ള റിന്യൂവബിൾ എനർജി യൂസ് ചെയ്ത് CO2 എമിഷൻ കുറച്ച് എങ്ങനെ പോവാം എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കോക്കിംഗ് കോളിന് ഈ ഒരു വാല്യുവേഷൻ കുറച്ച് കൊടുക്കുന്നതിൽ അതിശയമൊന്നുമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം വെച്ചാൽ അതിനകത്ത് ഒരു കാര്യം വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റീൽ കമ്പനീസ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അത് ഏതാണ്ട് 70-75% ഓഫ് ലോകത്തെ സ്റ്റീൽ ഉണ്ടാക്കുന്നത് കോക്കിംഗ് കോൾ വെച്ചിട്ടാണ്. എന്നാൽ പലരും ഇപ്പം ഈ പറയുന്ന പോലെ ഗ്രീൻ സ്റ്റീലിലേക്ക് മാറുന്നു എന്നുള്ള. അപ്പോൾ പെട്ടെന്ന് അത് മാറാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒരു 5 കൊല്ലം 6 കൊല്ലത്തിനൊന്നും ഈ കമ്പനിക്ക് വലിയ പ്രോബ്ലം ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബട്ട് ലോകം പോകുന്നത് ഗ്രീൻ സ്റ്റീലിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. ഓവർ ടൈം മറന്നു പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അത് പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റീൽ മേജേഴ്സ് ഒക്കെ എല്ലാവരും ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ ഉണ്ടാക്കി പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകത്തെ 70-75% പ്രൊഡക്ഷനും ഈ പറഞ്ഞ പോലെ കോക്കിംഗ് കോൾ ഉപയോഗിച്ചിട്ടാണ്. അതിൽ നിന്ന് പെട്ടെന്ന് മാറാൻ അവർക്ക് ഒരുപാട് ക്യാപെക്സ് ചിലവാകും എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു ലോബിങ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടും ആ മേഖലയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാവൽ ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ട് ഈവൻ ദെൻ ലോകം പോകുന്നത് ഈ പറയുന്ന പോലെ ക്ലീൻ ആയിട്ടുള്ള ഗ്രീൻ സ്റ്റീലിലേക്കാണ്. അപ്പോൾ കോക്കിംഗ് കോളിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ IPO വില കുറച്ച് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ പോലും ഇതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ ദിസ് ഷുഡ് കമാൻഡ് എ ലോവർ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ബിക്കോസ് ദ വേൾഡ് ഈസ് ഇൻ എ ട്രാൻസിഷണറി മോഡ് എന്നുള്ള രീതിയിലാണ്. കാര്യം ഇതിപ്പോൾ ഒരു ഗ്രീൻ സ്റ്റീൽ ഉണ്ടാക്കുന്ന കമ്പനിയോ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന കമ്പനിയാണോ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ PEയിൽ കൊടുക്കൂല. കാര്യം അങ്ങോട്ടേക്കാണ് ടെക്നോളജിയും റവന്യൂവും പ്രോഫിറ്റ്സും ലോകവും മാറുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മാത്രം മനസ്സിൽ വയ്ക്കുക. സബ്സ്ക്രിപ്ഷൻ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ കരുത്. നിങ്ങൾ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ നിരീക്ഷണ ശിക്ഷണത്തിലും മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓ ടു ജാസ്മിൻ. സുരേഷ് സാർ, ഏതായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഒരുപാട് സ്റ്റോക്കുകളെക്കുറിച്ചും കമ്പനികളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങൾ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.
Opening hours with MyFin.